ഓണം സീസണിലെ മദ്യവിൽപ്പനയിൽ റെക്കോർഡ് വർധന. ഓണക്കാലം തുടങ്ങി 6 ദിവസത്തിനിടെ വിറ്റുപോയത് 512.11 കോടി രൂപയുടെ മദ്യമാണ്. കഴിഞ്ഞ 3 ദിവസം മാത്രം ബിവറേജസ് ഔട്ട്ലെറ്റുകൾ വഴി വിറ്റഴിച്ചത് 279.12 കോടി രൂപയുടെ മദ്യം. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വിറ്റഴിച്ചത് 250.96 കോടി രൂപയുടെ മദ്യം. 22-ാം തീയതി 100 കോടിക്ക് മുകളിലായിരുന്നു വിൽപ്പന. ദേവൻ എം പിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദേവൻ, എന്തായാലും ഇത് ഈ ഓണക്കാലത്ത് പുതുമയില്ലാത്ത ഒരു വാർത്തയാണ്. പക്ഷേ ഓരോ വർഷം കഴിയുന്തോറും ഈ അളവ് റെക്കോർഡ് വിൽപ്പന എന്നുള്ളത് മാറുന്നു, അതിന്റെ റെക്കോർഡ് മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്നിപ്പോൾ 6 ദിവസം ആയതേ ഉള്ളൂ. ഇനി ഓണം ദിവസങ്ങൾ വരാനിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ബിവറേജസ് കോർപ്പറേഷന് ഇത് വലിയ ലാഭമാണോ ഈ ഓണം? സ്വാതി, തീർച്ചയായും ഓണക്കാലയളവിൽ ബീവറേജസ് കോർപ്പറേഷൻ വഴി വിറ്റഴിക്കുന്ന മദ്യത്തിന്റെ അളവ് അത് എപ്പോഴും കൂടുതൽ തന്നെ ആയിരിക്കും. ഓരോ വർഷവും അത് സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ തുക വർദ്ധിക്കുകയും ചെയ്യും. ഈ വർഷവും അതിൽ വ്യത്യാസമില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ ഓണക്കാലം തുടങ്ങി 6 ദിവസത്തിനിടെ ബീവറേജസ് കോർപ്പറേഷനുകൾ വഴി വിറ്റുപോയത് 512.11 കോടി രൂപയുടെ മദ്യമാണ്. മാത്രമല്ല കഴിഞ്ഞ വർഷം ഇതേ സമയം വിൽപ്പന 460.80 കോടി രൂപയുടെ മദ്യമായിരുന്നു. അതേസമയം ഈ കഴിഞ്ഞ 3 ദിവസം, അതായത് ഓണക്കാലത്തിനോട് അനുബന്ധിച്ച് വരുന്ന ഈ കഴിഞ്ഞ 3 ദിവസത്തിനിടെ ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റഴിച്ചത് 279.12 കോടി രൂപയുടെ മദ്യമാണ്. അതിൽ 22-ാം തീയതി മാത്രം വിറ്റുപോയത് 102.28 കോടി രൂപയുടെ മദ്യമാണ്. അതായത് ഒരു ദിവസം തന്നെ മദ്യവിൽപ്പന 100 കോടി രൂപയ്ക്ക് മുകളിലേക്ക് പോകുന്നു. സംസ്ഥാനത്തെ മദ്യവിൽപ്പന അത് തന്നെയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നതും. സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ ഉത്രാട ദിവസമുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ കണക്കുകൾ തിരുവോണ ദിവസത്തിന്റെ പിറ്റേ ദിവസം, അവിട്ടം ദിവസം ഈ പറയുന്ന പോലെ തന്നെ കണക്കുകൾ വരും. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഉത്രാട ദിവസത്തെയും ഒപ്പം തന്നെ ഈ തിരുവോണ ദിവസങ്ങളിലും തന്നെ മദ്യവിൽപ്പനയിൽ വലിയ രീതിയിലുള്ള ഒരു വർധനവ്, അതൊരു റെക്കോർഡ് മദ്യവിൽപ്പനയായി മാറാറുണ്ട്. ഇത്തവണയും അതിൽ വ്യത്യാസമില്ല എന്ന തന്നെയാണ് ഇപ്പോൾ ഈ വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ ബീവറേജ് കോർപ്പറേഷൻ ഈ പറയുന്ന പോലെ തന്നെ ഓണക്കാലയളവിൽ വലിയൊരു വിറ്റുവരവ് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായും ബീവറേജ് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അത് ലാഭകരം തന്നെയാണ്. അതേസമയം തന്നെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അതും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും അവരുടെ വിൽപ്പനയ്ക്കനുസരിച്ചിട്ടാണ് അവർക്ക് പലപ്പോഴും ഈ ബോണസ് തുക ലഭ്യമാകുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് ബീവറേജ് കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് അവരുടെ ബോണസ് തുകയായി 1,05,000 രൂപ നൽകാൻ തീരുമാനിച്ചിരുന്നത്. അത്തരത്തിൽ ഈ തിരക്ക് കൂടുന്നതനുസരിച്ച് തന്നെ സ്വാഭാവികമായും ജീവനക്കാരുടെ ഒരു വരുമാനത്തിലും ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഒപ്പം തന്നെ ബീവറേജ് കോർപ്പറേഷനും അവരുടെ തനത് വരുമാനത്തിലും ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. സ്വാതി. ഓക്കെ.